ഇമേജസിൻ്റെ ഉള്ളിൽ സീക്രട്ട് ഫയൽസ് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. കോൺഫിഡൻഷ്യൽ ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും. കാണുമ്പോൾ ജസ്റ്റ് ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനുള്ളിൽ ഒരു സീക്രട്ട് ഫയൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. കാളി ലിനക്സിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഈ ഫയൽസിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് സ്റ്റെഗ് ഹൈഡ്. ഒരു സീക്രട്ട് ഫയൽ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരു കാരിയർ വേണം, അതായത് ഇമേജസോ MP3 ഫയലോ. ഇമേജസിൻ്റെ ഉള്ളിൽ മാത്രമല്ല, MP3 ഫയലിൻ്റെ ഉള്ളിലും സീക്രട്ട് ഫയൽസ് ഹൈഡ് ചെയ്യാൻ പറ്റും സ്റ്റെഗ് ഹൈഡ് യൂസ് ചെയ്തിട്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇമേജസ് ആണ്. ഇനി സ്റ്റെഗ് ഹൈഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി sudo apt install സ്റ്റെഗ് ഹൈഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ ടൂൾ ഡൗൺലോഡ് ആവുന്നത് കാണാം. ടൂൾ ഡൗൺലോഡ് ആയ ശേഷം സ്റ്റെഗ് ഹൈഡ് എന്ന് ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് അവിടെ കിട്ടും. സ്റ്റെഗ് ഹൈഡിൻ്റെ വേർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.5.1. പിന്നെ ഇതിനെങ്ങനെ എംബഡ് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ഫയൽസ് ഹിഡൻ ചെയ്യാൻ വേണ്ടി. എംബഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് എംബഡ്. പിന്നെ -ef കൊടുത്തിട്ടാണ് ഏത് ഫയലിനെയാണ് എംബഡ് ചെയ്യേണ്ടത്, ഫയലിൻ്റെ നെയിം അത് മെൻഷൻ ചെയ്ത് കൊടുക്കാനാണ് -ef കൊടുക്കുന്നത്. പിന്നെ -cf കൊടുക്കുന്നത് കവർ ഫയൽ സെലക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഇമേജസോ അല്ലെങ്കിൽ MP3 ഫയൽസോ. പിന്നെ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്സ്ട്രാക്ട് കമാൻഡ്. അതോടൊപ്പം തന്നെ -sf കൊടുത്തു വെച്ചാൽ ഹൈഡ് ചെയ്ത ഫയലിനെ പറയുന്ന പേരാണ് സ്റ്റെഗോ ഫയൽ. അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി -sf കൊടുത്തിട്ട് ആ ഫയലിൻ്റെ നെയിം കൊടുക്കുക. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യണം. ഓൾറെഡി ഞാൻ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇമേജിനുള്ളിലാണ് ഫയൽ ഹൈഡ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റിൽ നാനോ സ്റ്റെഗനോഗ്രഫി എന്ന് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഒരു എഡിറ്റർ ടാബ് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു വേർഡ് ടൈപ്പ് ചെയ്യുക. ഈ ടെക്നിക്കിനെ പറയുന്ന പേരാണ് സ്റ്റെഗനോഗ്രഫി. സ്റ്റെഗനോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു ആർട്ടാണ്. എന്തെങ്കിലും സീക്രട്ട് മെസ്സേജ് MP3ൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇമേജസിനുള്ളിലോ അങ്ങനെ ഏതിനുള്ളിലും ഹൈഡ് ചെയ്ത് വെക്കുക. അത് എന്ത് വേണമെങ്കിലും ആവാം. ഒരു സീക്രട്ട് മെസ്സേജ് ആവാം, കോഡാവാം, എന്തെങ്കിലും ഡാറ്റ ആവാം. ഇനി കമാൻഡ് പ്രോംപ്റ്റിൽ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇമേജ് എന്ന ഫയലും steganography.txt എന്ന ഫയലും കാണാം. ഇനി അതിനെ നമുക്ക് ഹൈഡ് ചെയ്യാം. ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് സ്റ്റെഗ് ഹൈഡ് embed -cf. എന്നിട്ട് ഇമേജിൻ്റെ നെയിം കൊടുക്കുക. അതിനുശേഷം -ef കൊടുത്ത് ആ സീക്രട്ട് ഫയലിൻ്റെ നെയിമും അവിടെ കൊടുക്കുക. ഈ കമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഫയൽ എംബഡ് ചെയ്യാൻ വേണ്ടി എംബഡ് എന്ന കമാൻഡ് കൊടുക്കുന്നു. -cf കൊടുക്കുന്നത് ഇമേജിൻ്റെ നെയിം കൊടുക്കുക. -ef കൊടുക്കുന്നത് ഏതാണോ സീക്രട്ട് ഫയൽ ഹൈഡ് ചെയ്യേണ്ടത് അതിന് അവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എൻ്റർ അടിച്ചാൽ അവിടെ ഒരു എൻ്റർ പാസ് ഫ്രേസ് അടിക്കാൻ പറയുന്നുണ്ട്. അത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ലോങ് വേർഡോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ടൈപ്പ് ചെയ്യാൻ പറയും. അത് സെയിം ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് എൻ്റർ അടിച്ച ശേഷം വീണ്ടും ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ ആ രണ്ട് ഫയലും അവിടെ കാണാം. പക്ഷേ ആ ഇമേജ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് ഫയൽ ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ അറിയില്ല. ഇനി അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് നോക്കാം. സ്റ്റെഗനോഗ്രഫി എന്ന ഫയൽ ഇമേജിനുള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ആ ഇമേജിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഒറിജിനൽ ഫയൽ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ കൂടി അതിനുള്ളിലുള്ള ആ കോപ്പി നമുക്കത് എക്സ്ട്രാക്ട് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ steganography.txt എന്ന ഫയൽ റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ image.jpg പറഞ്ഞ ആ ഫയൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ. എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റെഗ് ഹൈഡ് എക്സ്ട്രാക്ട് -sf ഇമേജിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് അപ്പോഴേ അടിച്ചു കൊടുത്ത ആ പാസ് ഫ്രേസും കൊടുക്കുക. അവിടെ നമുക്ക് കാണാം image.jpgയും steganography എന്ന ഫയൽ അവിടെ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കി അതിൻ്റെ ഉള്ളിൽ കണ്ടൻസും കാണാം. ഇനി ഇത് കാളി ലിനക്സിൽ മാത്രമല്ല, വിൻഡോസ് സിസ്റ്റത്തിൽ ഇത് സ്റ്റെഗ് ഹൈഡ് ടൂൾ യൂസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതും കൂടി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ക്രോം ഓപ്പൺ ചെയ്ത് സ്റ്റെഗ് ഹൈഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ വിൻഡോസ് പാക്കേജ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അത് ഡൗൺലോഡ് ആവും ആ ടൂൾ. C ഡ്രൈവിൽ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ C ഡ്രൈവിൽ സ്റ്റെഗ് ഹൈഡ് വന്ന ആ ടൂൾ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇനി കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റെഗ് ഹൈഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത് വർക്ക് ആവുന്നില്ല, ഇതിലൊരു എറർ വരുന്നുണ്ട്. സ്റ്റെഗ് ഹൈഡ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് വർക്കാവാൻ വേണ്ടി ഏത് ഫോൾഡറിലാണോ അത് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഫോൾഡറിൽ നിന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരു എൻവിറോൺമെൻറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ സിസ്റ്റം വേരിയബിൾസിൽ പാത്ത് എന്ന ഫയൽ എഡിറ്റ് ചെയ്യുക. ഏത് ഫോൾഡറിലാണോ അത് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഫോൾഡറിൻ്റെ പാത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്ത് അത് എക്സിറ്റ് അടിക്കുക. എന്നിട്ട് പുതിയൊരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സ്റ്റെഗ് ഹൈഡ് എന്ന കമാൻഡ് യൂസ് ചെയ്ത് റൺ ചെയ്ത് വെച്ചാൽ അത് വർക്കാവുന്നുണ്ട്. കാളി ലിനക്സിൽ ഏതൊക്കെ കമാൻഡ്സാണോ യൂസ് ചെയ്ത് സെയിം കമാൻഡ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എംബഡ് ചെയ്യാൻ വേണ്ടി എംബഡ് എന്ന കമാൻഡും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാക്ട് എന്ന കമാൻഡും, അതോടൊപ്പം തന്നെ -cf -sf എന്ന കമാൻഡ്സ് ഇവിടെ കാണാം. ഇതിനും കവർ ഫയലായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഇമേജാണ്. ഹൊറൈസോൺ 0 ഡൗണിൻ്റെ ഒരു ഇമേജ്. ALOY ഒരു സ്റ്റോം വേർഡിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇമേജാണ് എടുക്കുന്നത്. ഇനി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു റാൻഡം ടെക്സ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഫയലും അവിടെ കാണാം. horizon.jpg ALOY.txt എന്ന ഫയൽ. ഇനി അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി കാളി ലിനക്സിൽ എന്ത് കമാൻഡാണ് യൂസ് ചെയ്ത് സെയിം കമാൻഡാണ് ഇവിടെ യൂസ് ചെയ്യുക. സ്റ്റെഗ് ഹൈഡ് embed -cf ഇമേജിൻ്റെ നെയിം horizon.jpg -ef ALOY.txt. അത് ടൈപ്പ് ചെയ്ത് ഒരു പാസ് ഫ്രേസും കൂടി കൊടുത്തു വെച്ചാൽ ALOY.txt എന്ന ഫയൽ
ആ ഇമേജിനുള്ളിൽ ഹൈഡ് ആവും. ഇനി ആ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്താലും അതിനുള്ളിലും ഒരു സീക്രട്ട് ഫയലിൻ്റെ ഡാറ്റയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി ALO.txt എന്ന ഫയലിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. എക്സ്ട്രാക്ട് ചെയ്യാനും Kali Linuxൽ എന്ത് കമാൻഡാണോ കൊടുത്തത് ആ സെയിം കമാൻഡാണ് ഇവിടെ. എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റെക്ക് ഹൈഡ് എക്സ്ട്രാക്ട് -sf ആ ഇമേജിൻ്റെ പേര് കൊടുക്കുക, horizon.jpg. എന്നിട്ട് പാസ് ഫ്രേസോ എന്ന് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തു വെച്ചാൽ അവിടെ ആ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, സൈബർ ക്രിമിനൽസ് മാൾവെയർസോ പേലോഡ്സോ അല്ലെങ്കിൽ സ്റ്റോളൻ ഡാറ്റയോ അതുപോലെയുള്ള ഡാറ്റയെല്ലാം ഇതിനുള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ സെക്യൂരിറ്റി ടീംസ് ആണെങ്കിൽ പ്രൈവസിക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഇത്. ലൈക്ക് ക്രിപ്റ്റോഗ്രാഫിക് ഹാഷസ് എല്ലാം ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്.